ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടു, ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തി അല്ലേ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതിലെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. നോക്കുന്നത് ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞേ, ഇത് ആൾഡിഹൈഡ് ആണല്ലേ, ഇതൊരു ആൾഡിഹൈഡ് ഗ്രൂപ്പാണ്. അവിടെ ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ മൂവബിൾ ആണ്, മൂവ് ചെയ്യുന്ന ഇലക്ട്രോണുകളാണ് പൈ ബോണ്ടിലെ ഇലക്ട്രോൺ, മൂവബിൾ ഇലക്ട്രോൺ എന്ന് പറയും. സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺ റിജിഡ് ആണ്, അതങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺ ആണ്. ഞാനിതിലേക്ക് ഒരു റിയേജന്റ് ആഡ് ചെയ്യാം, H+ എന്നുള്ള റിയേജന്റ്. ഈ റിയേജന്റിന് H+ എന്ന് പറഞ്ഞ റിയേജന്റിന് എവിടത്തേക്ക് വരണം? റിയാക്റ്റന്റിലേക്ക് വരണം. H+ എന്ന് പറഞ്ഞ റിയേജന്റിന് റിയാക്റ്റന്റിലേക്ക് വരണമെങ്കിൽ റിയാക്റ്റന്റിൽ എന്ത് ചാർജ് വേണം? നെഗറ്റീവ് ചാർജ് വേണ്ടേ? അല്ലടാ, H+ എന്ന് പറഞ്ഞ റിയേജന്റിന് റിയാക്റ്റന്റിലേക്ക് വരണമെങ്കിൽ റിയാക്റ്റന്റിൽ എന്ത് ചാർജ് വേണം? നെഗറ്റീവ് ചാർജ് വേണം. റിയാക്റ്റന്റിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. റിയാക്റ്റന്റിൽ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ എന്ന് പറഞ്ഞാൽ, ഈ H+ എന്ന് പറഞ്ഞ റിയേജന്റ് ഈ റിയാക്റ്റന്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ റിയേജന്റിന് ഇവിടെ അറ്റാച്ച് ചെയ്തേ പറ്റൂ. ഇതിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഏതാണോ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് അതിലേക്ക് പൈ ഇലക്ട്രോണുകൾ, മൂവബിൾ ആയിട്ടുള്ള പൈ ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് ആർക്ക് വരാൻ വേണ്ടിയാ? റിയേജന്റിനെ ആഡ് ചെയ്ത റിയേജന്റിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ റിയാക്റ്റന്റിൽ ഈ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാ? റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്താണ്. റിയേജന്റ് ആഡ് ചെയ്ത ഉടനെ റിയാക്റ്റന്റിലെ പൈ ഇലക്ട്രോണുകൾ എവിടത്തേക്ക്? ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആർക്ക് വരാൻ വേണ്ടി? റിയേജന്റുകൾക്ക് വരാൻ വേണ്ടി. നോക്കിയേ, CH3 CH പ്ലസ് OH ആയി മാറി. ക്ലിയർ അല്ലേ? അതേ നോക്കി, വേറെ എക്സാമ്പിൾ നോക്കുമോ? CH3, ഇതേ എക്സാമ്പിൾ എടുക്കുക, റിയാക്റ്റന്റ് ഇത് തന്നെയാണ്. നോക്കിയേ, ഇതിലേക്ക് Cn- എന്ന് പറഞ്ഞ റിയേജന്റ് വരിക. ഈ റിയേജന്റിന് വരാൻ വേണ്ടി ഈ റിയാക്റ്റന്റിലെ പൈ ക്ലൗഡിലെ പൈ ക്ലൗഡ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റിയേജന്റ് ഇവിടെ വരും. എന്താ കിട്ടുക? CH3 CH CnO-. ഇതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. പൈ ബോണ്ടുള്ള റിയാക്റ്റന്റിലേക്ക് റിയേജന്റ് ആഡ് ചെയ്താൽ പൈ ബോണ്ടഡ് ഇലക്ട്രോണുകൾ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആർക്ക് വരാൻ വേണ്ടി? റിയേജന്റുകൾ വരാൻ വേണ്ടി. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ടെമ്പററി എഫക്റ്റ്. ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. റിയേജന്റ് പ്രസൻസിൽ മാത്രം റിയാക്റ്റന്റിൽ നടക്കുന്ന ഒരു ടെമ്പററി എഫക്റ്റ് ആണെന്ത്? ഇലക്ട്രോമെറിക് എഫക്റ്റ്. അപ്പോൾ എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് വെച്ചാൽ, completed transfer of pi electron present in the reactant due to the presence of a reagent. ഒരു റിയേജന്റ് പ്രസൻസിൽ റിയാക്റ്റന്റിലെ പൈ ഇലക്ട്രോണുകൾ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആർക്ക് വരാൻ വേണ്ടി? റിയേജന്റുകൾക്ക് വരാൻ വേണ്ടി. ഈ ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇലക്ട്രോൺ എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ഓക്സിജനിലേക്കല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്? അതേ ഓക്സിജനിലേക്കാണ് H+ എന്ന റിയേജന്റ് വന്നതെങ്കിൽ സോ ഇറ്റ്സ് നോൺ ആസ് +E. ഇലക്ട്രോൺ എവിടത്തേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് അവിടത്തേക്ക് തന്നെയാണ് റിയേജന്റ് വന്നതെങ്കിൽ എന്ന് വിളിക്കും +E. ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തത് ഓക്സിജനിലേക്കാണ്, റിയേജന്റ് വന്നത് കാർബണിലേക്കാണ്, സോ ഇറ്റ്സ് നോൺ ആസ് -E. അതായത് രണ്ട് കേസാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് ചോദിക്കുന്നതിനേക്കാളുപരി അതിന് എൻട്രൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണോ പെർമനന്റ് എഫക്റ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇറ്റ്സ് എ ടെമ്പററി എഫക്റ്റ്. റിയേജന്റ് പ്രസൻസിൽ മാത്രം നടക്കുന്ന ഒരു ടെമ്പററി എഫക്റ്റ് ആണെന്ന് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് ആദ്യം മനസ്സിലാക്കാം. റിയേജന്റ് പ്രസൻസിൽ മാത്രം റിയാക്റ്റന്റിലെ പൈ ഇലക്ട്രോണുകൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമാണത് ഇലക്ട്രോമെറിക് എഫക്റ്റ്. സോ ഇറ്റ്സ് എ ടെമ്പററി എഫക്റ്റ്, ടേക്സ് പ്ലേസ് ഓൺലി ഇൻ പ്രസൻസ് ഓഫ് റിയേജന്റ്. ആരെ പ്രസൻസിൽ മാത്രം? റിയേജന്റ് പ്രസൻസിൽ മാത്രം നടക്കുന്ന ഒരു എഫക്റ്റ് ആണത്.
Okay, completed transfer of pi electron towards to more electron negative element due to the presence of a reagent. ഇപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത് ഓക്സിജനിലേക്കാണ്, റിയേജന്റ് വന്നതും ഓക്സിജനിലേക്ക് തന്നെയാണ്. സോ ഇറ്റ്സ് നോൺ ആസ് പ്ലസ് ഇ. എവിടത്തേക്കാണോ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടന്നത് അവിടത്തേക്ക് തന്നെ റിയേജന്റ് വന്നാൽ പ്ലസ് ഇ. ഇനി ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിയേജന്റ് വന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് മൈനസ് ഇ. ക്ലിയർ? ഷിഫ്റ്റിംഗ് നടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിയേജന്റ് വന്നതെങ്കിൽ എന്ത് വിളിക്കും? മൈനസ് ഇ. അപ്പോൾ പ്ലസ് ഇ ഉണ്ട്, മൈനസ് ഇ ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇലക്ട്രോമെറിനെ പറ്റി ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് എഫക്റ്റിലേക്ക് പോവാണ്. ഹൈപ്പർ കോൺജുഗേഷൻ. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ നോക്കാം. ഇപ്പം നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഹൈപ്പർ കോൺജുഗേഷൻ. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് നോക്കാം. നമ്മൾ ഒന്നുമില്ല, ഇതൊരു സിലിണ്ടറാണ്. ഈ സിലിണ്ടറിന് 2 പാർട്ടുണ്ട്. ഒരു പാർട്ടിൽ മാക്സിമം എന്ത് ഗ്യാസ് ഫില്ലിയിട്ടുണ്ട്, വേറെ പാർട്ടിൽ അത്രയും ഗ്യാസ് ഫില്ലിയിട്ടില്ല. ഒരു സിലിണ്ടറിൻ്റെ 2 ഭാഗങ്ങളാണത്. ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ഗ്യാസ് ഫില്ലിയിട്ടുണ്ട്, വേറെ ഭാഗത്ത് ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് ഗ്യാസിൻ്റെ. ഞാനിവിടെ ഒരു ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കൂടിയ ഭാഗത്തു നിന്നും ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക് ഗ്യാസ് ഫ്ലോ ചെയ്യൂലേ? ശരിയല്ലേ? എടാ, ഒരു സിലിണ്ടറിൻ്റെ 2 ഭാഗം, ഒരു സ്ഥലത്ത് മാക്സിമം ഡെൻസിറ്റി, ഒരു സ്ഥലത്ത് കുറച്ച് ഡെൻസിറ്റി. ഞാനൊരു ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കൂടിയ ഭാഗത്തു നിന്നും ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക് ആര് ഫ്ലോ ചെയ്യും? ഗ്യാസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആണ്? ഗ്യാസ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഡൗട്ടില്ലല്ലോ. ഇതിനാണ് ഹൈപ്പർ കോൺജുഗേഷനിൽ സംഭവിക്കുക. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ നോക്കാം. ഇത് നോക്കിക്കേ, ഇത് ഈഥൈൽ കാർബോകാറ്റയോൺ ആണ്. ഈഥൈൽ കാർബോകാറ്റയോൺ. ഡൗട്ടില്ലല്ലോ. ഈ കാർബണ് ചുറ്റും 3 സിഗ്മ ബോണ്ടാണുള്ളത്. നന്നായിട്ട് ശ്രദ്ധിച്ചു. ഈ കാർബണ് ചുറ്റും 3 സിഗ്മ ബോണ്ടാണുള്ളത്. സോ ഈ കാർബൺ sp2. ഈ കാർബണ് ചുറ്റും 4 സിഗ്മ ബോണ്ടാണ്. ഇത് sp3 ആണ്. അപ്പം എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയാൻ പോവുക. ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്താൽ, sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്താൽ ഈ കാർബൺ sp3 ആണ്, ഈ കാർബൺ sp2 ആണ്. sp3യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഡെൻസിറ്റി, sp3യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഡെൻസിറ്റി sp2ൽ ഒരു പി ബാക്കിയില്ലേ, ആ പി ആയിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം. കുറച്ച് ടൈറ്റ് അല്ലേ. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്താൽ, ഡെൻസിറ്റി കൂടിയ കാർബൺ ഡെൻസിറ്റി കുറഞ്ഞ കാർബണായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടിയ ഭാഗത്തു നിന്നും ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക്, sp3 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയതാണ്, sp2 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞതാണ്. ഇവിടെ ഒരു ഓർബിറ്റിൽ ബാക്കിയാണ്, ഒരു ഓർബിറ്റിൽ എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഡെൻസിറ്റി കൂടിയ ഭാഗത്തു നിന്നും ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫ്ലോ ചെയ്യും. ആ ഫ്ലോനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ. കുറച്ചുകൂടി നന്നായി പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണായിട്ട് അറ്റാച്ച് ചെയ്താൽ sp3യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഡെൻസിറ്റി കുറച്ച് ആര് ഷെയർ ചെയ്യും? sp2ൻ്റെ പി ആയിട്ട് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. sp2ൻ്റെ കയ്യിലുള്ള മൊളിക്കുലർ പി ഓർബിറ്റലായിട്ട് ഷെയർ ചെയ്യും. ഈ ഷെയറിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ ഒറ്റ വേർഡ് പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ. സിഗ്മ ഇലക്ട്രോണുകളുടെ ഷെയറിങ്ങിന് വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. sp2 ആയിട്ട് sp3 അറ്റാച്ച് ചെയ്യണം. ആ sp3യിൽ എന്ത് വേണം? കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകൾ വേണം. അപ്പോൾ ഇത് പറയുക ഈഥൈൽ കാർബോകാറ്റയോൺ. ഇതിന് പറയുക ഇത് പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. കാരണം ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ഒരു കാർബണായിട്ട് മാത്രമേ ടച്ച് ഉള്ളൂ. ഇത് ഈഥൈൽ കാർബോകാറ്റയോൺ ആണ്. നോക്കിക്കോ, ഇതാ ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. സെക്കൻഡറി കാർബോകാറ്റയോൺ ശരിയല്ലേ? നിനക്കറിയാം. ഇത് ടേർഷറി കാർബോകാറ്റയോൺ ആണ്.
അതായത് പോസിറ്റീവ് ചാർജുള്ള കാർബൺ 3 കാർബണായിട്ട് ടച്ച് ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബൺ 2 കാർബണായിട്ട് ടച്ച് ഉള്ളൂ. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബൺ 1 കാർബണായിട്ട് മാത്രമേ ടച്ച് ഉള്ളൂ. ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ഇത് ടേഴ്ഷ്യറി ആണ്. നോക്കിയേ, sp2 sp3 ആയിട്ട് അറ്റാച്ച് ചെയ്താൽ sp3യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഡെൻസിറ്റി sp2യിലെ ബാക്കിയുള്ള p ആയിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഈ ഷെയറിംഗ് കൂടുന്നതിനനുസരിച്ച് മോളിക്കുലാർ സ്റ്റെബിലിറ്റി കൂടി വരും. ആ ഹോൾ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി കൂടി വരും. ഷെയറിങ്ങിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓവറോൾ മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടി വരും. ഇതിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഒറ്റ വേർഡ് പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ. സിഗ്മ ഇലക്ട്രോണുകളുടെ ഡീലോക്കലൈസേഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പർ കോൺജുഗേഷൻ. നോക്കിയേ, ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp2 ആണ്. ഇവിടെ sp3, ഇത് sp3, ഇത് sp3, ഇതോ sp2. ഞാനിങ്ങനെ sp3 എന്ന് പറഞ്ഞത് ഒരു കാർബണ് ചുറ്റും 4 ബോണ്ട് ഉണ്ടെങ്കിൽ sp3, ഒരു കാർബണ് ചുറ്റും 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ sp2. ഡൗട്ടില്ലല്ലോ. ഇവിടെ sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത് ശ്രദ്ധിക്കണേ, sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3യിൽ എത്ര കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ട്? 3 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഉണ്ട്. എത്രയാ? 3 കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. ക്ലിയർ? അപ്പോൾ നിനക്ക് പറയാം 3 ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ. ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രെച്ചേഴ്സ് പോസിബിൾ ആണ്. സ്ട്രെച്ചേഴ്സ് പോസിബിൾ ആണ് ഇതിന്. ഇവിടെ 3 6 ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രെച്ചേഴ്സ് പോസിബിൾ ആണ്. ഇവിടെ എത്രയാ? 6 ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രെച്ചേഴ്സ് പോസിബിൾ ആണ്. 6 ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രെച്ചേഴ്സ് പോസിബിൾ ആണ്. ഇവിടെ 3 6 9 ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രെച്ചേഴ്സ് പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞു മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ മോർ ദ സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോൺജുഗേഷൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. അപ്പം ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രെച്ചേഴ്സ് എത്രയാണ് എന്നറിയണമെങ്കിൽ നീ എന്ത് നോക്കിയാൽ മതി? sp2 ആയിട്ട് sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3യിലെ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത sp3യിൽ എത്ര കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇവിടെ sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3യിൽ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ 3 അതായിക്കോ, ഇത് sp2 ആണ്. sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത 2 sp3 ഉണ്ട്. ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. എത്രയായി? 6 കാർബൺ ഹൈഡ്രജൻ ബോണ്ടായി. ഇവിടെ 3 6 9 ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആയി. മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചർ മോർ ദ സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോൺജുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സിന് എണ്ണം കൂടുന്ന എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺ. എപ്പോഴാണ് പോസിബിൾ ആവുക? sp2 sp3 ആയിട്ട് അറ്റാച്ച് ചെയ്താൽ sp3യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഡെൻസിറ്റി ആരായിട്ട്? sp2യിലെ p ആയിട്ട് എന്ത് ചെയ്യും? ഡീലോക്കലൈസ് ചെയ്യപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പർ കോൺജുഗേഷൻ. റിമെമ്പർ, മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ മോർ ദ സ്റ്റെബിലിറ്റി. ക്ലിയർ? ഇത് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കും. ഇതിൽ ഏത് കാർബോകാറ്റയോണാണ് മോർ സ്റ്റേബിൾ? മക്കൾ പറഞ്ഞേ. ടേഴ്സറി കാർബോകാറ്റയോൺ ഹൈലി സ്റ്റേബിൾ ആണ്. ആരെക്കാളും? സെക്കൻഡറിനേക്കാളും അല്ലെങ്കിൽ പ്രൈമറിനേക്കാളും. ക്ലിയർ? ടേഴ്സറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി. ദാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ബൈ ഹൈപ്പർ കോൺജുഗേഷൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളെന്ത് ഉപയോഗിക്കും? ഹൈപ്പർ കോൺജുഗേഷൻ എന്നുള്ള സ്ട്രക്ചർ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഹൈപ്പർ കോൺജുഗേഷന് വേറെയും അപ്ലിക്കേഷൻ ഉണ്ട്. ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫ്രീ റാഡിക്കൽ ഇത് ഫ്രീ റാഡിക്കലാണ്. ഇതിനെ വിളിക്കുക ടേഴ്സറി റാഡിക്കൽ. ഇതിനെ വിളിക്കുക സെക്കൻഡറി റാഡിക്കൽ. ഇതിനെ വിളിക്കുക പ്രൈമറി റാഡിക്കൽ. ഇത് sp2 ആണ്, ഇത് sp3 ആണ്. അതുപോലെ ഇത് sp3 ആണ്, ഇത് sp3 ആണ്, ഇത് sp2 ആണ്. sp2 എന്ന് പറഞ്ഞാൽ ഒരു കാർബണ് ചുറ്റും 3 സിഗ്മ ബോണ്ട് ആണെങ്കിൽ sp2,
ഒരു കാർബൺ ചുറ്റും 4 സിഗ്മ ബോണ്ട് ആണെങ്കിൽ sp3. ഇത് sp3 ആണ്, ഇതും sp3 ആണ്, ഇതും sp3 ആണ്. മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചർ മോർ ദ സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിന് എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സ് മോർ ദി സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഏതാ മോർ സ്റ്റേബിൾ? ടെർഷ്യറി റാഡിക്കൽ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി ആൻഡ് പ്രൈമറി. ഓക്കെ, അതുപോലെ തന്നെ വേറെ ആപ്ലിക്കേഷൻ നോക്കിയാൽ മക്കൾ പറഞ്ഞേ, ഇത് പ്രൊപ്പീനാണ്, ഇത് പ്രൊപ്പീൻ. ഇത് ബ്യൂട്ടീനാണ്. ഇത് 2-methyl ബ്യൂട്ടീനും. ഇതിൽ ആരാണ് സ്റ്റേബിൾ എന്ന് വെച്ചാൽ നോക്കിയേ, ഇത് sp2 ആണ്, ഇത് sp3 ആണ്, ഇത് sp2 ആണ്, ഇത് sp2 ആണ്, ഇത് sp3 ആണ്, ഇത് sp3 ആണ്. ഇത് sp2, ഇത് sp2, ഇത് sp3, ഇത് sp3, sp3. ഞാൻ എന്താ പറഞ്ഞത്? sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3-യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ എണ്ണം കൂടുന്ന സമയത്ത് സ്റ്റെബിലിറ്റി കൂടൂലേ? sp2 ആയിട്ട് അറ്റാച്ച് ചെയ്ത sp3 ഇതാ 3 sp3 ഉണ്ട്. ഇതിൽ ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇവിടെ 3 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, 9 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോഞ്ചുഗേഷൻ മോർ ദ സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോഞ്ചുഗേഷൻ എണ്ണം കൂടുന്ന സമയത്ത് എന്ത് കൂടും? സ്റ്റെബിലിറ്റി കൂടും. റൈറ്റ്? മോർ ദ നമ്പർ ഓഫ് ഹൈപ്പർ കോഞ്ചുഗേഷൻ മോർ ദ സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോഞ്ചുഗേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിന് എന്ത് കൂടി വരും? സ്റ്റെബിലിറ്റി കൂടി വരും. ക്ലിയർ? അപ്പോൾ ഹൈപ്പർ കോഞ്ചുഗേഷൻ ക്ലിയർ ആയല്ലോ. sp2 sp3 ആയിട്ട് അറ്റാച്ച് ചെയ്താൽ sp3-യിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിലെ ഡെൻസിറ്റികൾ ഡീലോക്കലൈസ് ചെയ്യപ്പെടും. ആ ഡീലോക്കലൈസേഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഹൈപ്പർ കോഞ്ചുഗേഷൻ. കാർബോകാറ്റയോണിൻ്റെയും ഫ്രീ റാഡിക്കലിൻ്റെയും ആൽക്കീൻ്റെയും ഒക്കെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉപയോഗിക്കാം. ക്ലിയർ? ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉപയോഗിച്ച് കാർബോകാറ്റയോണിൻ്റെ ഒക്കെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ മിഥൈൽ ബെൻസീൻ, ടുളീൻ, ഈ മീഥൈൽ ഗ്രൂപ്പ് ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഈ മിഥൈൽ ഗ്രൂപ്പുകൾ ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ഹൈപ്പർ കോഞ്ചുഗേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മീഥൈൽ ഗ്രൂപ്പിൻ്റെ, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഓർത്തോപാര ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ടേം എന്തിനാണ്? ഹൈപ്പർ കോഞ്ചുഗേഷൻ ആണ്. കാരണം ഇതാ ഡബിൾ ബോണ്ടാണ്, ഇത് sp2 ആണ്, ഇത് sp3 ആണ്. ക്ലിയർ? അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാനും എന്ത് ഉപയോഗിക്കാം? ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉപയോഗിക്കാം. നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്, റെസൊണൻസ്. എന്താണ് റെസൊണൻസ് നോക്കുക, എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാൻ പോകാം നമുക്ക്. ഓക്കെ.